കായംകുളത്ത് ഹോട്ടലുകൾക്ക് മുന്നിൽ അടുപ്പുകൂട്ടി പ്രതിഷേധിച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഏരിയ പ്രസിഡന്റ് എസ്.കെ. നസീർ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ഹോട്ടൽ മേഖലയെ സംരക്ഷിക്കുക. വാണിജ്യ സിലിണ്ടറുകളുടെ ഫില്ലിംഗ് നിർത്തിവെച്ച ഓയിൽ കമ്പനികളുടെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകൾക്ക് മുന്നിൽ അടുപ്പുകൂട്ടി പ്രതിഷേധിച്ചത്. വാണിജ്യ സിലിണ്ടറുകളുടെ ഫില്ലിംഗ് ഉടൻ പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ കേരളത്തിലെ മുഴുവൻ ഹോട്ടലുകളും അടച്ചിടേണ്ട സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നും അടിയന്തരമായി ഈ വിഷയത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ട് ഓയിൽ കമ്പനികൾക്ക് നിർദ്ദേശം നൽകണമെന്നും യോഗം ഉദ്ഘാടനം ചെയ്ത ഏരിയ പ്രസിഡന്റ് എസ്.കെ. നസീർ ആവശ്യപ്പെട്ടു. ഫില്ലിംഗ് നിർത്തിവെക്കണമെന്ന് കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ മുഴുവൻ വാണിജ്യ സിലിണ്ടറുകളും ഉപയോഗിക്കുന്ന ഹോട്ടലുകളും അതുപോലെ ഇതര വ്യവസായ സ്ഥാപനങ്ങളും ഒരു സ്തംഭനാവസ്ഥയിലേക്കാണ് പോകുന്നത്. നമുക്കറിയാം, ഇതൊരു പൊതു പ്രശ്നമായി ഏറ്റെടുത്തുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. കാരണം ലക്ഷക്കണക്കിന് തൊഴിലാളികളും ലക്ഷോപലക്ഷം ആളുകൾ തൊഴിലെടുക്കുന്ന ഒരു തൊഴിൽ മേഖലയാണ് ഹോട്ടൽ മേഖല. ആ ഹോട്ടൽ മേഖല സ്തംഭനത്തിലാകുമ്പോൾ കേരളത്തിൽ ഒരു ദിവസം 1 കോടി ജനങ്ങളാണ് കേരളത്തിൽ മാത്രം വീട് വിട്ടാൽ വീടായി ഹോട്ടലുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ ഹോട്ടലുകൾ സാധാരണക്കാർക്ക് ഉപയോഗിക്കാനുള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നീങ്ങുന്നത്. വിഷയത്തിൽ പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും കേന്ദ്രം പെട്രോളിയം മന്ത്രിക്കും നിവേദനം നൽകിയിട്ടുണ്ട്. യോഗത്തിൽ ഏരിയ വർക്കിംഗ് പ്രസിഡന്റ് ബിജു ദാസ് അധ്യക്ഷത വഹിച്ചു. ഹോട്ടൽ മേഖല അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രതിസന്ധി, അതിന് പ്രതിഷേധിച്ചുകൊണ്ട് നമ്മളൊരു സമരമാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. കാര്യം നമുക്കിന്നറിയാം, ഇന്ന് ഹോട്ടൽ മേഖല നിലനിൽക്കണമെങ്കിൽ LPG ലഭ്യമല്ലാത്ത അവസ്ഥയിൽ പല കടകളും പൂട്ടിപ്പോകേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്ന അവസ്ഥയിലാണ്. ഇന്ന് ഓൾ ഇന്ത്യ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഫെഡറേഷൻ്റെ പ്രസ്താവന വന്നിരിക്കുന്നത് അത്യാവശ്യമല്ലാത്ത ഒരു മേഖലയ്ക്കും ഗ്യാസ് സപ്ലൈ ചെയ്യേണ്ട എന്നുള്ള ഒരു നടപടിയിലേക്കാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. അവരുടെ കണക്കുകൂട്ടലിൽ ഹോസ്പിറ്റലുകൾ, അതേപോലെ സ്കൂളുകൾ, ഗാർഹിക ഉപയോഗത്തിനുള്ള ഗ്യാസുകൾ ഉൾപ്പെടെ മാത്രം ഫില്ല് ചെയ്താൽ മതി, വാണിജ്യ ആവശ്യത്തിനുള്ള ഗ്യാസുകൾ സപ്ലൈ ചെയ്യേണ്ട എന്നുള്ള നിലപാട് അവർ സ്വീകരിക്കുകയും ഇന്ന് ഹോട്ടൽ മേഖലയെ ആശ്രയിച്ച് കഴിയുന്ന അനേകം ആളുകൾക്ക് അവരുടെ അന്നം മുട്ടിപ്പോകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ സംജാതമായിക്കൊണ്ടിരിക്കുന്നത്. സത്താർ നൂറുദ്ദീൻ സ്വാഗതം ആശംസിച്ചു. രമേശ് ആര്യാസ്, ബദറുദ്ദീൻ മലബാർ, ബിജുകുമാർ, വിജയകുമാർ ശ്രീകൃഷ്ണ, ഹരി ശ്രീഹരി, പ്രസന്നകുമാർ മക്തൂം, എബിൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.